കൊഞ്ചാമ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ്. കുക്കിങ്ങിലോട്ട് പോകാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കിലോ കൊഞ്ചാണ്. ഇതിനെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക്, അതായത് ചുവന്ന മുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. സ്പൈസസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാ പൊടികളും ഇട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെക്കുകയാണ്. ഇതൊന്ന് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഈ കൊഞ്ചിനെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഞാൻ ഒഴിക്കുവാണ്. ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില ഇടാം, 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത്. കൊഞ്ച് ഫ്രൈ ചെയ്ത എണ്ണയിലാവുമ്പം ആ കൊഞ്ചിൻ്റെ ഒരു സ്മെല്ലും അതൊക്കെ ഇതിൻ്റെ അകത്ത് പിടിക്കും. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള. ഈ സവാള നല്ല പോലെ വഴണ്ട് നല്ല സോഫ്റ്റായി നല്ല ഡാർക്ക് കളറ് വരണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുവാണ്, ഉള്ളി ഒന്ന് നന്നായിട്ട് വഴലാനായിട്ട്. ഇടയ്ക്കൊന്നപ്പോൾ ഇളക്കി കൊടുക്കുക. സോഫ്റ്റായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരണം. അപ്പോൾ ഉള്ളി നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ബാക്കിയുള്ള പൊടിയൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ടത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറണം. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് കുരുമുളകാണോ കൂടുതൽ അതല്ലെങ്കിൽ ചുമന്ന മുളക് പൊടിയാണോ കൂടുതൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാ പൊടികളുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോ നല്ലപോലെ വേകണം. നമുക്ക് മൂടി വെച്ച് ടൊമാറ്റോനെ വേവിക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിയുന്ന ഒരു സ്റ്റേജാണ്. ഇതിലോട്ട് ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഓൾറെഡി കൊഞ്ച് ഫ്രൈ ചെയ്തപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഗ്രേവിയൊക്കെ കൊഞ്ചിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. അതൊന്ന് ജസ്റ്റ് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടോട് കൂടി സെർവ് ചെയ്യാം.